Yo guys, welcome back to another brand new video. നമ്മളിവിടെ വന്നിട്ടുള്ളത് ജി ബി പി യു എസ് ഡിയിൽ ഈ വീക്കിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഡെയിലി ടൈം ഫ്രെയിമുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി ബി പി യു എസ് ഡി ഓവറോൾ ഒരു റേഞ്ചിങ് മോഡലാണെന്നുള്ളത്. ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിന് ഇൻസൈഡ് ആയിട്ടാണെന്നുള്ളത് നമ്മൾ പറയണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ ഈ ഒരു സംവർ ഈ ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയ സമയത്ത് നമുക്കൊരു 1 hour ടൈം ഫ്രെയിമിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്ലൈ സോൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ബേസിലായിരുന്നു ഒരു ഇൻട്രാഡേ ട്രേഡ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 1 hour ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആ ഒരു 1 hour ടൈം ഫ്രെയിമിലെ സപ്ലൈ സോൺ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും അതുപോലെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും. ഇവിടെ നമുക്ക് കാണാം, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പ്രീവിയസ് ഹൈന്റെ മേലുണ്ടായിരുന്ന ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ സ്ട്രക്ചർ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയർ പ്രോബബിലിറ്റി സപ്ലൈ ഏരിയ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ നിന്ന് ഡയറക്റ്റ്ലി ഒരു എൻട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിട്ടുള്ളൂ കമ്പാരിറ്റീവ്ലി. നമ്മളെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഫോർമേഷൻ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും, മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഇതുവരെ എന്തായിരുന്നു, ഒരു ബുള്ളിഷ് മാനറിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, മാർക്കറ്റ് ഓൾറെഡി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു അപ് ട്രെൻഡിൽ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണാൻ കഴിയും നമുക്ക്. മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ജസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ഒരു 2 സൈഡ് മാനിപ്പുലേഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു റേഞ്ചിന്റെ ജസ്റ്റ് ഈ ലോയും അതുപോലെ ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ലോ മാനിപ്പുലേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ മാനിപ്പുലേറ്റ് ചെയ്തു. ഇങ്ങനത്തെ സിനാരിയോസ് നമുക്ക് ഈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഔട്ട് ഓഫ് ദ റേഞ്ച് മീൻസ് ആ റേഞ്ചിന്റെ ഔട്ടിലേക്ക് മാർക്കറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യം. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു റീപ്ലൈ കണ്ടിന്യൂ ചെയ്യാം. മാർക്കറ്റ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ലിക്വിഡിറ്റി ഗ്രാബ് അല്ല, ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഓക്കെ, ഈ ലാസ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും, സംവേർ ഈ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, മേലോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു റാലി ഇവിടെ ജസ്റ്റ് പോസ് ചെയ്തു, അതിന്റെ ശേഷം ഇവിടെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ആ ഒരു ഡിമാൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഹോൾഡ് ചെയ്തില്ല, അത് ഫെയിൽ ആയി. ഓക്കെ, ഫെയിൽ ആയ സമയത്ത് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ജസ്റ്റ് ഒരു സ്വീപ്പ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് താഴത്തേക്ക് പോയത്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈസ് റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മാർക്കറ്റ് ഒരു ഡിമാൻഡ് ആയിരുന്നു, മീൻസ് ഒരു ഡിമാൻഡിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഓരോ ലോയും റെസ്പെക്ട് ചെയ്തിട്ടായിരുന്നു ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സെയിം റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കായിരുന്നു, കാരണം ഈ ഒരു ലാസ്റ്റ് ഡിമാൻഡ് ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഫെയിൽ ആയിട്ടുണ്ട്. അതുപോലെ സോണിന്റെ തൊട്ടടുത്ത് ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഡയറക്റ്റ് എൻട്രി എടുക്കായിരുന്നു. ഓക്കെ, നമ്മൾ ആ എൻട്രിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു ഇവിടെ നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയും, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്ലൈ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഷോർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് അബോവ്, ആൻഡ് നമ്മൾ ഈ ഒരു ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ മാർക്കറ്റ് ഇതിന്റെ തൊട്ട് താഴെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യാം, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്യാൻ വരാം എന്നുള്ള രീതിയിലായിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കാണാൻ പറ്റും മാർക്കറ്റ് അവിടുന്ന് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് ആ ഒരു ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയതും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ടാർഗറ്റ് അടിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ, സോ ഇന്നലെ ആയിരുന്നു മാർക്കറ്റ് ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഏകദേശം ഇന്ന് ലണ്ടൻ സെഷൻ കംപ്ലീറ്റ് ചെയ്തതോടുകൂടി ആ ഒരു സമയത്താണ് എന്ത് ചെയ്തത്, ഇപ്പോൾ റീസെന്റ് ആണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു മാനിപ്പുലേഷൻ ആൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഈ രീതിയിലുള്ള ഒരു ഫോർമേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കാണാൻ ഈ രീതിയിൽ എന്ത് ചെയ്തു മാർക്കറ്റ് ഫോം ചെയ്തു. സോ ഒരു മാനിപ്പുലേഷനോട് കൂടിയിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനിപ്പുലേഷൻ നടന്നതിന് ശേഷം ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സോണിന് ട്രസ്റ്റ് ചെയ്യാം. ലൈക്ക് കമ്പാരിറ്റീവ്ലി നോർമൽ സോൺസിനേക്കാളും റെസ്പെക്ട് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. ഹയർ പ്രോബിലിറ്റി ഏരിയ ആണ് ഇത്തരത്തിലുള്ള സപ്ലൈ സോൺസ് ആൻഡ് ഡിമാൻഡ് സോൺസ്. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ പറ്റും അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്കിത് എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആണ്. ഇത്തരത്തിലുള്ളൊരു ലിക്വിഡിറ്റിയും കൂടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി അവിടുന്ന് എൻട്രി എടുക്കാൻ കഴിയും. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു ട്രേഡിന്റെ ബിഹൈൻഡ് ദ ലോജിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം കാണാൻ കഴിയും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.